നമ്മൾ തമാശയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ അയാൾ സംസാരിക്കുന്നത് ന്യൂട്രൽ ലാംഗ്വേജ് ആണ്. അതെ, ന്യൂട്രൽ ലാംഗ്വേജ് ആണ്, കൊച്ചി ഭാഷയല്ല, ന്യൂട്രൽ ലാംഗ്വേജ് ആണ്. മാലിക് ക്യാരക്ടർ എനിക്ക് ഈ പറയുന്ന പോലെ ആ കഥാപാത്രത്തിനോട് നമുക്കൊരു ഭ്രാന്തമായിട്ടുള്ള സ്നേഹവും ഇതൊക്കെ വന്നിട്ട് ആ ക്യാരക്ടർ ഇപ്പൊ ഞാൻ പ്ലേ ചെയ്തിട്ടുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളൊന്നും. അപ്പൊ പിന്നെ 10-15 വർഷം കഴിഞ്ഞു ഇൻഡസ്ട്രി വന്നിട്ട് ഇപ്പോഴും ഞാനത് അറ്റംപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ പരാജയമാണെന്ന് എനിക്ക് തോന്നി. വിനയ് ഫോർട്ട് എന്ന് പറയുന്ന ആക്ടറിനെ പറ്റി സംസാരിക്കുമ്പോൾ ആളുടെ സ്ലാങ്ങും സംസാരിക്കപ്പെടാറുണ്ട്. അപ്പം പല ക്യാരക്ടേഴ്സിലും ഈ സ്ലാങ് കടന്നു വരുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. തമാശയിലെ ശ്രീനിവാസൻ സാറിലാണെങ്കിലും മാലിക്കിലെ ക്യാരക്ടേഴ്സിലും ഇവരൊക്കെ വേറെ വേറെ ടെറൈനിലുള്ള ആളുകളാണ്. അപ്പം സംശയത്തിലെ ക്യാരക്ടറും വേറൊരു ടെറൈനിലുള്ള ആൾ. ഈ ടെറൈൻസ് മാറുന്ന സമയത്ത് സ്ലാങ് പിടിക്കുക എന്ന് പറയുന്ന ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് അല്ലേ? അത് എനിക്ക് പക്ഷെ മറ്റു സിനിമകളിലൊന്നും തന്നെ അത് ആളുകൾ അത്ര ഇതിലാണ് ഞാൻ ആദ്യമായിട്ട് പ്രോപ്പറായിട്ടൊരു സ്ലാങ് പിടിച്ച് ചെയ്യുന്നൊരു പരിപാടി. പക്ഷേ നമ്മൾ തമാശയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ അയാൾ സംസാരിക്കുന്നത് ന്യൂട്രൽ ലാംഗ്വേജ് ആണ്. ന്യൂട്രൽ ലാംഗ്വേജ് ആണ്, കൊച്ചി ഭാഷയല്ല, ന്യൂട്രൽ ലാംഗ്വേജ് ആണ്. നിങ്ങൾ കിസ്മത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഹാർഡ് കോർ കൊച്ചിയാണ്. അങ്ങനെ ഒരു ബേസിക് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് മാലിക്കിൽ എവിടെയോ എനിക്ക് അങ്ങനെ ഒരു മാലിക് ക്യാരക്ടർ എനിക്ക് ഈ പറയുന്ന പോലെ ആ കഥാപാത്രത്തിനോട് നമുക്കൊരു ഭ്രാന്തമായിട്ടുള്ള സ്നേഹവും ഇതൊക്കെ വന്നിട്ട് ആ ക്യാരക്ടർ ഇപ്പൊ ഞാൻ പ്ലേ ചെയ്തിട്ടുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളൊന്നും. അപ്പൊ അയാളുടെ പരാജയങ്ങളുണ്ടല്ലോ, അയാളുടെ ബന്ധങ്ങൾ തകരുന്നു, അല്ലെങ്കിൽ അയാള് ഉണ്ടാകേണ്ട ഒരു ടെറിട്ടറിയിൽ വേറൊരു പ്രൊട്ടാഗണിസ്റ്റ് വരികയും ഇയാളുടെ തളർച്ച, ഇയാളുടെ പെങ്ങളും അകലുന്നു, നമ്മുടെ വീട്ടുകാർ ബ്ലെയിം ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു പരിപാടിയിൽ എനിക്ക് ഈ കഥാപാത്രത്തിന്റെ മനസ്സിലാക്കുക എന്ന് പറയുന്ന പരിപാടിയിൽ ഞാൻ ഈ ആക്സെന്റ്, ട്രിവാൻഡ്രം ആക്സെന്റ് അല്ലെങ്കിൽ അതിൽ സംസാരിച്ച് പോയി കഴിഞ്ഞാൽ എവിടെയോ എനിക്ക് എൻ്റെ ഈ മനസ്സിനോട് എടുക്കുക എന്ന് പറയുന്ന പരിപാടി മിസ്സാവുന്നുള്ള തരത്തിൽ ഞാൻ അവിടെ എവിടെയോ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ മഹേഷനോടും പറഞ്ഞിട്ട് മഹേഷൻ്റെ ഒരു പെർമിഷനിൽ തന്നെ ചെയ്തതാണ്. അതുകൊണ്ട് ഒരു പ്രോപ്പറായിട്ടുള്ള പരിപാടി. പക്ഷെ തമാശയിൽ അയാൾ മലയാള അധ്യാപകനാണ്. അയാൾ ഒരു ന്യൂട്രൽ ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞാലും അത് ഓക്കെയാണ്. കാര്യം എൻ്റെ വീട്ടിലും സംസാരിക്കുന്ന പലരും ന്യൂട്രൽ പോലത്തെ ഭാഷയാണ്. പക്ഷെ സംശയത്തിൽ നമുക്ക് ഒരു എക്സ്ക്യൂസും പറയാൻ പറ്റില്ല. കാര്യം ഇയാള് മലപ്പുറത്ത് ഈ പറയുന്ന വടകരയിലുള്ള ഇന്ത്യൻ കോഫി ഹൗസിലെ ഒരു ജീവനക്കാരന്റെ മകനാണ്. അത് അച്ഛന്റെ ജോലിയാണ് കിട്ടിയിരിക്കുന്നത്. ഇയാൾ ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള ഒരാളായത് കൊണ്ടിട്ട് ഇയാള് ആ ആക്സെന്റിൽ സംസാരിച്ചേ മതിയാവുള്ളൂ. പിന്നെ 10-15 വർഷം കഴിഞ്ഞു ഇൻഡസ്ട്രി വന്നിട്ട് ഇപ്പോഴും ഞാനത് അറ്റംപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ പരാജയമാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിൽ പ്രോപ്പറായിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കാണുന്ന ആളുകൾ തീരുമാനിക്കേണ്ടതാണ്. എനിക്ക് വലിയ ഡിഫിക്കൽട്ട് ആയിരുന്നില്ല, സർപ്രൈസിംഗ്ലി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇപ്പൊ വടകരക്കാർക്ക് ഈ ആക്സെന്റ് കേട്ട് കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന ആക്സെന്റ് കേട്ട് കഴിഞ്ഞാൽ എത്രത്തോളം എനിക്ക് ജസ്റ്റിഫൈ ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഞാൻ എന്തിന് ആ ഒരു കാറ്റഗറി മാത്രം ആളുകളെ കുറിച്ച് ആലോചിക്കണം. ഞാൻ ആലോചിക്കേണ്ടത് കേരളം എന്ന് പറയുന്ന ഒരാളുകൾക്ക് ഇത് സൗണ്ട് ചെയ്യണം മലബാറിൻ്റെതായിട്ട്. പിന്നെ എൻ്റെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജേഷ് ഈ ആക്സെന്റ് പുൾ ഓഫ് ചെയ്യാൻ രാജേഷിന് വേറെ എന്ത് ബ്ലെസ്സിങ് ഉണ്ട്. ബിസ്മി സ്പെഷ്യൽ മട്ടാഞ്ചേരിയിൽ കിടക്കുന്ന പരിപാടിയായിരുന്നു. അപ്പൊ രാജേഷ് എന്നോട് ബിസ്മി സ്പെഷ്യൽ നറേറ്റ് ചെയ്യുന്ന മട്ടാഞ്ചേരി ആക്സെന്റിലായിരുന്നു. ഇയാൾ 3 വർഷം വടകരയിൽ 3-5 വർഷം വടകരയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് രാജേഷ്. അപ്പൊ ഈ കഥ എന്നോട് പറയുന്നത് വടകര ഭാഷയിലാണ്. എന്നെ നറേറ്റ് ചെയ്തതും ഇയാളുടെ ഡയലോഗ് ഒക്കെ വടകര ഭാഷയിലാണ്. അപ്പൊ എനിക്കൊരു ലാംഗ്വേജ് കോച്ചായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ജസ്റ്റിസ് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്.